പലപ്പോഴും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റാത്തതിന് കാരണം നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഒന്ന് നിർത്തിയാലല്ലേ കർത്താവിന് സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചില വേളകൾ, സീസണുകൾ ആവശ്യമാണ്. ചില സമയത്ത് നമ്മൾ മിണ്ടരുത്. ദൈവം സംസാരിക്കാൻ വേണ്ടി ഒരവസരം കൊടുത്ത് കാത്തിരിക്കുക. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ നാട്ടുകാരൊക്കെ പറയാറുണ്ട്, ഇത് ഭയങ്കര ഒരു ഊരാക്കുടുക്കാണ്, ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറത്തോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതുപോലെ എന്തെല്ലാമൊക്കെയോ കുടുക്കുകൾക്കകത്തേക്ക് കയറി കൂടിയിട്ട് കുരുക്ക് അഴിക്കുന്തോറും അത് വീണ്ടും കുരുകിക്കൊണ്ടിരിക്കുന്ന പോലെ ഉള്ള അവസ്ഥയിലൂടെ പോകുന്ന, ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്സുമായിട്ടുള്ള ബന്ധത്തിലോ ഒക്കെ ഇത്തരത്തിൽ ചില കുരുക്കുകൾക്കകത്തേക്ക് അകപ്പെട്ടു പോയിട്ടുള്ള ചില ആളുകളെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം ആ കുരുക്കുകളിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ കുരുക്കുകളൊക്കെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് അഴിക്കുമ്പോൾ മറ്റൊന്ന് മുറുകുന്ന പോലെ തോന്നാറുണ്ട്. നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, ചില പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥാനത്ത് തൊടുമ്പത്തേനും എല്ലാ കുരുക്കുകളും പെട്ടെന്ന് തന്നെ അഴിയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കതൊരു വലിയ മിറക്കിളായിട്ട് തോന്നും. അത് തന്നെ അത്ഭുതം തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ ഒരൊറ്റ കരസ്പർശനത്തിൽ ഇതുപോലുള്ളൊരു മിറക്കിൾ, ഇതുപോലുള്ളൊരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ലൈവ് ചാറ്റിലെല്ലാം ഈ സമയത്ത് ആമേൻ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നൊരു എലൈറ്റ് സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് സൂസി അലക്സാണ്ടറാണ്. താങ്ക് യു ആൻറ്റി. ഇന്ന് ഭർത്താവ് അലക്സാണ്ടറിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ജീവിതം കർത്താവ് ദൈവകൃപയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവെ നീ ചെയ്ത എല്ലാ നന്മകൾക്കും അതോടൊപ്പം ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷേ വേഗത്തിൽ ഈ വരുന്ന ദിവസങ്ങളിലെ മീറ്റിങ്ങുകളൊന്ന് പറയുകയാണ്. 19-ാം തീയതി നമുക്ക് ദ ഗ്യാദറിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നു. 26-ാം തീയതി ദ ഗ്യാദറിംഗ് നമുക്ക് ബാംഗ്ലൂർ വെച്ച് നടക്കുന്നു. അപ്പോൾ തന്നെ UAE ദുബായിൽ നമുക്ക് മിറക്കിൾ നൈറ്റ് എന്ന പേരിൽ നടക്കുന്ന ആ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ വൈകിട്ടാണ് അതിൻ്റെ സമയം, സ്ഥലം, ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഞാനും പാസ്റ്റർ ഡാമിനും ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരിക്കും. പിറ്റേ ദിവസം നമുക്ക് ഖത്തറിൽ വെച്ചിട്ടാണ് എൻകൗണ്ടർ ഫെസ്റ്റിവൽ എന്ന പേരിൽ നടക്കുന്ന ആ മീറ്റിങ്ങിലേക്ക്, ദോഹയിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. തുടർന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്കറിയാം. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂൺ 18 വ്യാഴാഴ്ചയാണല്ലോ. ഇപ്പോൾ ഇത് കാണുന്നവർ ഒരുപക്ഷെ ഇതിന് ശേഷം മറ്റൊരു ദിവസമോ അല്ലെങ്കിൽ ഇന്ന് തന്നെ പിന്നീടായിരിക്കും നിങ്ങളിത് കാണുന്നത്. എപ്പോൾ കണ്ടാലും ഇന്നത്തെ ഫോക്കസ് വേർഡ് ടൈപ്പ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സ്ട്രെങ്ത് ത്രൂ വെയിറ്റിംഗ്. കാത്തിരിപ്പിലൂടെയുള്ള ശക്തി അല്ലെങ്കിൽ കാത്തിരിപ്പിൻ്റെ ശക്തി ടൈപ്പ് ചെയ്യുക എല്ലാവരും. അത് നിങ്ങളുടെ അറ്റൻഡൻസ് ആയിട്ട് ഞാൻ കണക്കാക്കും. യേശയ്യാവിൻ്റെ പുസ്തകം 40:31 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഐസയ 40 വേഴ്സ് നമ്പർ 31. Those who hope in the Lord will renew their strength. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. They will soar on wings like eagles. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇന്നത്തെ പ്രഖ്യാപനം, ആസ് ഐ വെയിറ്റ് ഓൺ ഗോഡ് ന്യൂ സ്ട്രെങ്ത് റൈസസ് ഇൻ മീ. ഞാൻ കർത്താവിനെ കാത്തിരിക്കുമ്പോൾ പുതിയ ശക്തി എന്നിൽ ഉയരുന്നു. മൈ പേഷ്യൻസ് ബിക്കംസ് മൈ പവർ. എൻ്റെ ക്ഷമ എൻ്റെ ശക്തിയായി മാറും. എത്രത്തോളം ക്ഷമിക്കുന്നു അത്രത്തോളം ശക്തി എനിക്കുണ്ടെന്നർത്ഥം. ഓക്കെ, ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിലുണ്ട്. അതേ പേജിൽ തന്നെ നോക്കി വായിച്ച് ഇന്ന് തന്നെ പൂർത്തിയാക്കുക. സ്ട്രെങ്ത് ത്രൂ വെയിറ്റിംഗ്. കാത്തിരിപ്പിലൂടെയുള്ള ശക്തി. സ്ട്രെങ്ത് ത്രൂ വെയിറ്റിംഗ്. അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതേ പേജിൽ എഴുതി വെക്കുക. നമ്പർ 1, വെയിറ്റിംഗ് ഓൺ ഗോഡ് ഈസ് ആക്റ്റീവ് ട്രസ്റ്റ്, നോട്ട് പാസീവ് ഡിലേ. ദൈവത്തിനായി കാത്തിരിക്കുന്നത് വളരെ ക്രിയാത്മകമായ
പ്രവർത്തന നിരതമായ ഒരു ആശ്രയമാണ്, നിഷ്ക്രിയമായ താമസം അല്ല. ചിലർ വിചാരിക്കുന്നത് ദൈവത്തിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കണ്ടിട്ടുണ്ടോ, വെയിറ്റിംഗ് ഷെഡ്, അത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഡള്ളായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന പോലെ. അങ്ങനത്തെ ഒരു ഇരിപ്പല്ല. ദൈവത്തിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും മുഷിഞ്ഞൊരു പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാൽക്കവലയിലോ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല, 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി, ഇതെവിടെ പോയാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പിറുപിറുപ്പോടുള്ള ആ പരിപാടിയല്ല ഈ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്, ദോസ് ഹു ഹോപ്പ് ഇൻ ദ ലോർഡ്. കർത്താവിനായി പ്രത്യാശിച്ച് ആ സമയത്ത് ചുമ്മാ ഇരിക്കുമല്ല, ചില കാര്യങ്ങൾ അവിടെ ചെയ്യണം എന്നാണ് അർത്ഥം. ദൈവാശ്രയം എന്ന് പറയുന്നത് ചുമ്മാ ഇങ്ങനെ സമയം നോക്കി 1 ദിവസമായി, 10 ദിവസമായി, 1 മാസം കഴിഞ്ഞു, 2 വർഷമായി, ഇങ്ങനെ ഇരിക്കുന്നതല്ല. അതിനിടയിൽ ചിലത് ആക്റ്റീവായി നമ്മൾ ചെയ്യണം. ബിബ്ലിക്കൽ വെയറിങ് ഈസ് നോട്ട് ഇനാക്ടിവിറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകത്തിൽ പറയുന്ന രീതിയിലുള്ള കാത്തിരിപ്പ് ഒരിക്കലും ഒരു പരിപാടിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്ന പരിപാടിയല്ല. ഇറ്റ് ഈസ് എക്സ്പെക്റ്റൻറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തിൽ ആശ്രയിച്ച് വലിയ പ്രതീക്ഷയോടുകൂടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വെയിറ്റിംഗ്, കാത്തിരിപ്പ്, ദൈവത്തിനായി കാത്തിരിപ്പ്. ചില ചർച്ചകളിലൊക്കെ കാത്തിരിപ്പ് യോഗമുണ്ട്. കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞാൽ ചുമ്മാ എല്ലാവരും ഇങ്ങനെ ഇരിക്കണം, ദേവദാസനും ഒന്നും എല്ലാ ജനവും കൂടി ഒന്നിങ്ങനെ കർത്താവിനോട് ഇങ്ങനെ ഇരിക്കുക, അതാണോ? നോ. അവർ ആക്റ്റീവായി അവർ ദൈവത്തെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ വെയിറ്റിംഗ് ഇൻവോൾവ്സ് ട്രസ്റ്റിംഗ്. ആ സമയത്ത് നമ്മൾ കർത്താവിൽ വിശ്വസിക്കും. ലിസണിങ്, കർത്താവിനെ കാതോർത്ത് കേൾക്കും, ദൈവശബ്ദം കേൾക്കാനായി ശ്രമിക്കും. പ്രേയിങ്, അവിടെ പ്രാർത്ഥനയുണ്ട്. പ്രിപ്പയറിങ്, ഒത്തിരി ഒരുക്കങ്ങളുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുക്കം, എല്ലാവരും ഒന്ന് പറഞ്ഞു ഒരുക്കം, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. പ്രിപ്പറേഷൻ, അതായത് ദൈവത്തിനായി കാത്തിരിക്കുക എന്നുള്ള അതിനകത്ത് ഞാൻ യഹോവയ്ക്കായി ഒരുക്കി കാത്തിരിക്കും, ദൈവത്തിനായി ഒരുക്കി കാത്തിരിക്കും. ഒരുക്കം പ്രിപ്പറേഷൻസ് നടക്കുന്നു. മാത്രമല്ല ഇറ്റ് ഈസ് റിമെയിനിങ് ഫെയ്ത്ത്ഫുൾ. ആ കാത്തിരിപ്പിൻ്റെ സമയത്ത് വിശ്വസ്തയോടെ കാണപ്പെടുക. അതുകൊണ്ടാണ് കർത്താവ് ചില ഉപമകളൊക്കെ പറഞ്ഞു. ഒരു മുതലാളി, ഒരു യജമാനൻ ദാസന്മാരെ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ദൂരയാത്രയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ഏൽപ്പിച്ച പുള്ളി വളരെ ക്രൂരമായി ദാസന്മാരെ മറ്റുള്ളവരെയൊക്കെ അടിക്കുകയും യജമാനൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിക്കുകയും മിസ്യൂസ് ചെയ്യുക, അബ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. അതല്ലല്ലോ, ആ സമയത്ത് വിശ്വസ്തരായിരിക്കണം. സങ്കീർത്തനങ്ങൾ 135 I wait for the Lord and in His word I put my hope. ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ എൻ്റെ പ്രത്യാശ വയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിനായി കാത്തിരിക്കുന്നു. നിങ്ങൾക്കൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം. വാഗ്ദത്തം കിട്ടിയിട്ടുള്ളവരൊന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു തംസപ്പ് ഇടാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടിയിട്ടുള്ളവർ. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടിയിട്ടുള്ളവർ ചെയ്യേണ്ടത് ആ കാത്തിരിക്കുന്ന സമയത്ത് അവിടെ പറയുന്നു ഇൻ ഹിസ് വേർഡ്, ദൈവവചനത്തിൽ പ്രത്യാശിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം വചനം ധാരാളമായി വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും തിന്നുകയും വേണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മൈഖ ചാപ്റ്റർ 7 and verse number 7. മീഖ പ്രവാചകൻ്റെ പുസ്തകം 7:7 I watch in hope for the Lord. കർത്താവിനായി ഞാൻ പ്രത്യാശയോടെ നിരീക്ഷണത്തോടെ കാത്തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37:7 പറയുന്നത് ബി സ്റ്റിൽ ബിഫോർ ദ ലോർഡ് ആൻഡ് വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ഹിം. ഇവിടെ പറയുന്ന മിണ്ടാതിരുന്ന് കർത്താവിനായി കാത്തിരിക്കുക. ഇവിടെ മെയിൻലി മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഫുൾ സൈലൻറ്റ്. അതൊരു സീസണിൽ സൈലൻ്റായി ശാന്തമായി നിശബ്ദമായി ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കർത്താവിന് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാൻ വേണ്ടി.
പലപ്പോഴും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റാത്തതിന് കാരണം നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഒന്ന് നിർത്തിയാലല്ലേ കർത്താവിന് സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചില വേളകൾ, സീസണുകൾ ആവശ്യമാണ്. ചില സമയത്ത് നമ്മൾ മിണ്ടരുത്. ദൈവം സംസാരിക്കാൻ വേണ്ടി ഒരവസരം കൊടുത്ത് കാത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ വെയിറ്റിംഗ് ട്രെയിൻസ് ദ ഹാർട്ട് ടു ട്രസ്റ്റ് ഗോഡ്സ് ടൈമിങ്. ദൈവത്തിൻ്റെ ഒരു സമയം. ഇപ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, മിണ്ടായിരുന്നു കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സീനായി മലയുടെ മുകളിലോട്ട് മോശ കയറിപ്പോയി. 2 പ്രാവശ്യം പോയി. ആദ്യത്തെ പ്രാവശ്യം പോയി 7 ദിവസം ദൈവം ഒന്നും വേണ്ടിയില്ല. 7 ദിവസം കാത്തിരിക്കുമോ, പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൺഫ്യസ് ചെയ്ത്, ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുവാണ്, ഹൃദയമൊക്കെ ശുദ്ധീകരിച്ച് ഇങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദൈവം സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെയും ആക്റ്റീവാണ്, പ്രിപ്പറേഷൻ ആക്റ്റീവാണ്. അപ്പം ചുമ്മാ ഇരിക്കുമല്ല. ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് പോകുന്ന നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് അവർ ഏത് സമയത്തും പോയി എടുക്കുമല്ലോ. നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ഒരു നല്ല സമയം നോക്കി അവരിങ്ങനെ ആ ടൈമിങ് നോക്കിയിരിക്കും. ആ സമയത്താണ് റൈറ്റ് നല്ല ശരിയായ രീതിയിലുള്ള ഫോട്ടോസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ടൈമിങ് ഇമ്പോർട്ടൻ്റ്. അതിനുവേണ്ടി അവർ കാത്തിരിക്കും. ചില ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ചിലരൊക്കെ കാത്തിരുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഫോട്ടോഗ്രാഫിയിൽ അവാർഡ് കിട്ടിയ നല്ല ചില ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ചിലരൊക്കെ കാടുകളിലും ചില സ്ഥലങ്ങളിലും ചില അതിലൊക്കെ കിട്ടാൻ വേണ്ടി ആ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി ചിലപ്പോൾ ആഴ്ചകളാണ് അവർ കാത്തിരിക്കുന്നത്. ഇതുപോലെ ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ റൈറ്റ് മൊമെൻറ്റിൽ ദൈവം സംസാരിക്കും. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങളോ ദർശനങ്ങളോ ഉണ്ടാവും. പറഞ്ഞു വരുന്നത് റൈറ്റ് ടൈമിംഗ് മാറ്റേഴ്സ്. ശരിയായ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്പർ 2, ഗോഡ് റിന്യൂ സ്ട്രെങ്ത് ഡ്യൂറിങ് വെയിറ്റിംഗ് സീസൺസ്. കാത്തിരിക്കുന്ന സമയങ്ങളിൽ വലിയൊരു സംഭവം നമ്മളിൽ നടക്കും. എന്താണത്? ഗോഡ് റിന്യൂസ് അവർ സ്ട്രെങ്ത്. കാത്തിരിക്കുന്നവർക്ക് ശക്തി പുതുക്കി വരും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാത്തിരിക്കുന്നവർക്ക് ശക്തി ചോർന്നു പോവുകയല്ല ചെയ്യുന്നത്. ചിലർക്ക് കാത്തിരുന്ന് തളർന്ന് ഉള്ള എനർജി കൂടെ ഡ്രെയിനായി പോകും. എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് അങ്ങനെയല്ല. അവരുടെ ശക്തി പുതുക്കി വരും. കേൾക്കൂ, ഐസയ 40:31 നമ്മൾ വായിച്ച ഭാഗത്ത് പറയുന്നത്, ദേ വിൽ റിന്യൂ ദെയർ സ്ട്രെങ്ത്. അവർ അവരുടെ ശക്തിയെ പുതുക്കും. ഗോഡ് ഡസ് നോട്ട് മിയർലി ഗിവ് സർവൈവൽ സ്ട്രെങ്ത്. ചുമ്മാ ഇങ്ങനെ കഴിഞ്ഞുകൂടാനുള്ളൊരു ശക്തിയല്ല ദൈവം നൽകുന്നത്. അവിടെ പറയുന്നത് ഹി ഗിവ്സ് റിന്യൂഡ് സ്ട്രെങ്ത്, ശക്തിയെ പുതുക്കും. അതുകൊണ്ട് നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. 103-ാം സങ്കീർത്തനം 5 തോന്നുന്നു, ആ ഭാഗത്ത് കാണും. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം. ഞാനത് മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം. ശരീരം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചരിത്രത്തിൽ ശരീരം കുറേശ്ശെ അതിൻ്റേതായ വാർദ്ധക്യത്തിൻ്റെ ഇതിലേക്ക് പോയി അങ്ങനെയാണല്ലോ എല്ലാവരുടെയും ശരീരം. വാർദ്ധക്യത്തിലും ചിലരൊക്കെ ഭയങ്കര ശക്തരായിരിക്കും, എങ്കിലും ശരീരത്തിൽ അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരുമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ എനിക്ക് മനസ്സിലായ അവിടുത്തെ യൗവനം പുതുകി വരുന്നത് അകത്താണ്. സ്പിരിച്വലി, മെൻ്റലി, ഇമോഷണലി. അവിടെ തീർന്ന് പോകാതെ, എല്ലാ കോൺഫിഡൻസൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ, അതാണ് കഴുകനെ പോലെ ഉയരാൻ, ദൈവസന്നിധിയിലേക്ക് ഉയരാൻ തയ്യാറെടുക്കുന്നത്. മറന്നുപോകരുത്. സോ വിയറിനെസ് ക്യാൻ കം ഫ്രം, നമ്മുടെ ഈ ക്ഷീണം വരുന്ന ചില വഴികൾ, ലോങ് ബാറ്റിൽസ്, നിരന്തരമായ യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ, ജീവിതത്തിലെ നിരന്തരമായ സ്ട്രഗിൾസ്. അതിലൂടെയൊക്കെ എന്ത് ചെയ്യുക? മനുഷ്യ ജീവിതത്തിൽ എന്നും പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വൈതരണികളും ഒക്കെ വരാം. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ശക്തി കുറയാം. ദെൻ ഡിലേഡ് ആൻസേഴ്സ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉത്തരങ്ങൾ വൈകാം. പ്രാർത്ഥനയുടെ ഉത്തരം, എല്ലാ പ്രാർത്ഥനയ്ക്കും ഇൻസ്റ്റൻ്റായിട്ട് ഉത്തരം കിട്ടിയ ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ? എന്ത് പ്രാർത്ഥിച്ചാലും ഉടൻ ഉത്തരം. അങ്ങനെ ഉണ്ടോ? നെവർ. ലോകചരിത്രത്തിൽ ആരുമില്ല. ചില പ്രാർത്ഥനകൾക്ക് വളരെ വൈകിയ ഉത്തരം കിട്ടും. ഓക്കെ. ദെൻ ഹെവി റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ.
ചിലർക്കൊക്കെ ഭയങ്കര ഉത്തരവാദിത്തങ്ങളാണ്. ചില വീടുകളിലെ മൂത്ത കുട്ടികൾ, മൂത്ത ആണായാലും പെണ്ണായാലും ചിലപ്പോൾ ഭയങ്കര ഉത്തരവാദിത്തം എടുക്കേണ്ടി വരും. മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ മാതാപിതാക്കളുടെ തിരോധാനത്തോടുകൂടിയൊക്കെ ഹെവി റെസ്പോൺസിബിലിറ്റി ആയിരിക്കും വരുന്നത്. ഇളയ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിക്കണം, ഒരു സ്ഥലത്താക്കണം. അങ്ങനെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി കൊടുത്തവരുണ്ട്. വിവാഹം കഴിക്കാതെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരുണ്ട്. എന്നിട്ട് അവരിൽ നിന്നും ക്രൂരമായ പെരുമാറ്റങ്ങൾ തിരിച്ചും കിട്ടിയവരില്ലേ. ഇമോഷണൽ സ്ട്രെയിൻ, ചില സമയത്ത് വൈകാരികമായി നമ്മളങ്ങ് സ്ട്രെസ്സും അതും ഇതെല്ലാം കൂടി വന്ന് ചിലപ്പോൾ ജോലി തിരക്ക്, മിനിസ്ട്രി, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, അനുഭവിക്കുന്ന ചില എതിർപ്പുകൾ, ക്രിറ്റിസിസംസ്, ഇതെല്ലാം കൂടി വന്ന് ചില സമയത്ത് നമുക്ക് ഇമോഷണൽ ഡ്രെയിൻ വരാം. ഈ സമയത്തൊക്കെയാണ് നമുക്ക് എന്താവശ്യം? റിന്യൂവൽ ഓഫ് സ്ട്രെങ്ത്. God refreshes those who remain close to him. ദൈവത്തോടടുത്ത് വരുന്നവർക്ക്, അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. വചനം വായിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് തോന്നാം ദൈവം ഇത്ര പ്രായമുള്ളൊരാളല്ലേ. അതായത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം, എനിക്ക് 10-ാമത്തെ വചനം ആ ഭാഗത്തൊക്കെ പറയുന്നതനുസരിച്ച് ദൈവം വയോധികനായ ഒരാൾ, വെരി ഓൾഡായിട്ടൊരാൾ ഇരിക്കുന്നതായിട്ട് കാണുന്നു. വയോധികനായ ഒരുവൻ ഇരിക്കുന്നു. അവൻ്റെ പേരാണ് ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്, പുരാതനായ ദൈവം. തൻ്റെ മുമ്പിൽ നിന്നും ഭൂമി ഓടിപ്പോകുന്ന മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുവൻ വരുന്നു. ഒരു രംഗമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, ഈ പിതാവായ ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ വയസ്സ് ചെന്ന, കാരണം ഇത്രയും പ്രായമില്ലേ, വയസ്സ് ചെന്ന് ഈ മുടിയൊക്കെ ഇങ്ങനെ വെളുത്ത്, താടിയൊക്കെ ഇങ്ങനെ വെളുത്ത്, നമ്മുടെ ഈ സാന്റാക്ലോസിൻ്റെയൊക്കെ രൂപത്തിലിരിക്കുന്നൊരു ദൈവമാണ്. നോ, ഈ ചില ആളുകൾക്ക് അവരുടെ ആത്മാവിൽ സ്വർഗത്തിലൊക്കെ ഒന്ന് പോകാൻ ഭാഗ്യം കിട്ടിയ പല ആളുകളുടെ അവരുടെ അനുഭവം പറയുന്നത്, ഇത് ആധികാരികമായിട്ട് എടുക്കണമെന്നില്ല, പക്ഷേ അനുഭവം, അവർ പറഞ്ഞ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നതെന്നുള്ളൂ. അവർ പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു എവർ ലിവിങ് യൂത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. യേശുവിൽ അതുണ്ട്. എന്നും നിലനിൽക്കുന്ന ഒരു യൗവനം, ഒരു നിത്യ യൗവനം തുടിക്കുകയാണ്. അതായത് പ്രായമുണ്ട രീതിയിലുള്ളൊരു അവതരണം അവിടെ കാണുന്നത്, ഹീസ് ദ ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്, എല്ലാവരേക്കാളും നേരത്തെ ഉള്ളവനും ഉണ്മയുള്ളവനും ആരംഭമില്ലാത്തവനും നിത്യനൊക്കെയാണവൻ അല്ലേ. ആ ദൈവം ഇത്രയും യുഗായുഗങ്ങൾ പ്രായമുള്ളപ്പോൾ തന്നെ അവനിലൊരു നിത്യ യൗവനമുണ്ട്. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അവനോടടുത്ത് വരുന്നവർക്ക് ഈ യൗവനം പുതിയ കിട്ടും. ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. 2 കൊരിന്ത്യർ 4:16 ഇൻവേർഡ്ലി വി ആർ ബീങ് റിന്യൂഡ് ഡേ ബൈ ഡേ. അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. പ്രായമാകും തോറും ഒരുപക്ഷെ നമ്മുടെ ഈ ബോഡി പതുക്കെ ക്ഷയിച്ചു പോകുന്നെങ്കിലും, മൊർട്ടാലിറ്റി ഉള്ളതുകൊണ്ട് അത് പതുക്കെ ഫെയ്ഡ് അവേ ചെയ്യുന്നെങ്കിലും, കണ്ടോ, ഇൻവേർഡ്ലി വി ആർ ബീങ് റിന്യൂഡ് ഡേ ബൈ ഡേ. ഇന്നർ മാൻ, ആന്തരിക മനുഷ്യൻ സംഭവിക്കുന്നത് എന്താണ്? ദിനംതോറും പുതുകി വരുന്നു. വാവ്. Psalm 23:3, 23-ാം സങ്കീർത്തനം 3-ാമത്തെ വചനത്തിൽ, ഹി റെസ്റ്റോഴ്സ് മൈ സോൾ, അവൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞു ഹി റെസ്റ്റോഴ്സ് മൈ സോൾ, എൻ്റെ സോൾ പാർട്ട്, മൈൻഡ്, വിൽ, ഇമോഷൻസ്, എൻ്റെ ആ സോൾ പാർട്ട്, അതിനെ അവൻ പുനഃസ്ഥാപിക്കുന്നു. ഹലോ കേൾക്ക്. നിങ്ങളുടെ മനസ്സിലൊരു മുറിവ് വന്നിട്ടുണ്ട്, ഒരു ആന്തരിക മുറിവ്. ഇതൊരിക്കലും ഉണങ്ങാൻ പോകുന്നില്ല. അകത്ത് ബിറ്റർനെസ്, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആരൊക്കെയോ നിങ്ങളെ ഭയങ്കരമായി ഹേർട്ട് ചെയ്തു. ആഴത്തിലെ മുറിവാണ്. എന്നും ഞാൻ ദുഃഖിച്ചിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, കർത്താവിന് നിങ്ങളുടെ അകത്ത്, ആ ഹൃദയത്തിലെ ആഴമേറി എത്ര സ്റ്റിച്ചിട്ടാലും ഹീലാകും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ആ മുറിവുകളെപ്പോലും തിരിച്ചു പണിയാൻ, തകർന്നു കിടക്കുന്ന ആന്തരിക വ്യക്തിത്വത്തെ പണിതെടുക്കാൻ ദൈവത്തിന് സാധിക്കും. അതിന് കർത്താവിന് അധികം സമയമൊന്നും വേണ്ട. സൈക്കോളജിസ്റ്റുകളോ സൈക്കാട്രിസ്റ്റുകളോ അല്ലെങ്കിൽ എങ്ങനെയുള്ള മെഡിക്കേഷൻസോ കൗൺസിലിങ്ങോ ഒന്നുമില്ലാതെ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പെട്ടെന്ന് അകത്ത് ഹീലിംഗ് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ എങ്ങനെ?
ദിനംതോറും കർത്താവിനോട് ഇങ്ങനെ അടുത്ത് വന്നാൽ മാത്രം മതി. അവൻ്റെ ആ ലൈഫ്, സോയി ലൈഫ് നമ്മിലേക്ക് അങ്ങ് ഒഴുകാൻ തുടങ്ങും. ദാറ്റ്സ് ഇറ്റ്. നെഹെമ്യായ 8:10, നെഹെമ്യാവിൻ്റെ പുസ്തകം 8-10 ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമല്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞങ്ങളോട് പറയും, എത്ര ദുഃഖിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നു, എനിക്കിതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര സങ്കടമാണ്. ഡിപ്രഷൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം, ഡിപ്രഷൻ്റെ മരുന്ന് സൈക്കാട്രിക് അല്ല. വാസ്തവത്തിൽ ഡിപ്രഷൻ്റെ മരുന്ന് ഞാൻ പറഞ്ഞു തരാം, ദ ജോയ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മീയ സന്തോഷം, ആത്മാവിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ കർത്താവിലെ സന്തോഷമാണ്. കർത്താവിൽ സന്തോഷം അവനൻ ബലം. അപ്പോൾ ഈ കർത്താവിലെ സന്തോഷം അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു ബലമാണ്. ഞാൻ പറയാം, കർത്താവിലെ സന്തോഷം അകത്ത് വന്നാൽ എത്ര നീണ്ട തലമുറകളായി നിൽക്കുന്ന വിഷാദരോഗവും ആ സമയത്ത് ഹീലാവും. ആരെങ്കിലും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഡിപ്രഷനിലൂടെ പോകുന്നു, ഇത്ര നാളായി നിങ്ങൾ മരുന്ന് കഴിക്കുന്നു, തെറപ്പി ചെയ്യുന്നു, പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളായി തന്നെ കർത്താവിലേക്ക് അടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിലേട്ടൊന്ന് കയറി നോക്ക്. വാവ്, അത് ആന്തരിക മനുഷ്യനെ, ഓടിഞ്ഞ് നുറുങ്ങി തകർന്നു കിടക്കുന്ന ആന്തരിക മനുഷ്യനെ അത് റെഡിയാക്കി ഒരു യുവത്വത്തിലേക്ക്, യൗവനകാലത്തിലെന്നതുപോലെയുള്ള ഒന്നിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമാണ്. ഇപ്പോൾ തന്നെ ആ ഇരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ അവിടെ ഒന്ന് കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും. ഇത് ഈ മോർണിംഗ് ഗ്ലോറി തീർന്നു കഴിഞ്ഞാൽ ഒരു 10 പാട്ടങ്ങ് എടുത്ത് പാടിയേക്കണം. ആരാധിക്കുന്ന പാട്ടൊക്കെ അങ്ങ് പാടുക. ഈ പാട്ട് വരുന്നില്ലെങ്കിൽ പാട്ട് പ്ലേ ചെയ്യുക. പെട്ടെന്ന് അന്തരീക്ഷം മാറും. നമ്പർ 3, വെയിറ്റിംഗ് ഡെവലപ്സ് ഹയർ പെർസ്പെക്റ്റീവ്. അടുത്തൊരു കാര്യം ഇതാണ്, നാം ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ ഉയർന്ന കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കും. താഴ്ന്ന കാഴ്ചപ്പാടുകൾ മാറും. ദൈവത്തിനായി കാത്തിരിക്കുന്നവർ കിട്ടുന്ന നേട്ടങ്ങളാണ് ഈ പറയുന്നത്. കാരണം അവിടെ പറയുന്നത് ദേ വിൽ സോർ ഓൺ വിങ്സ് ലൈക്ക് ഈഗിൾസ്. നമ്മളൊക്കെ നിലത്ത് ചവിട്ടിയാണ് നടക്കുന്നത്, അല്ലേ? മണ്ണിൽ ചവിട്ടിയാണ് നടക്കുന്നത്. നമുക്ക് ചിറകില്ല. ബട്ടർഫ്ലൈ, ബേർഡ്സ്, ഈഗിൾസ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? പൊങ്ങുന്നു, നിലത്തുനിന്ന് പൊങ്ങുന്നു. അപ്പം നമ്മൾ കാണുന്നതിനേക്കാൾ ഉയരത്തിൽ നിന്നുള്ള പേഴ്സ്പെക്റ്റീവ് ഈ ചിറകുള്ള പറക്കുന്ന പക്ഷികൾക്കൊക്കെ കിട്ടും. ഇവിടെ പറയുന്നത് ദൈവത്തിനായി കാത്തിരിക്കുന്നവരങ്ങ് പൊങ്ങും. അതിൻ്റെ അർത്ഥം അവരുടെ കാഴ്ചപ്പാടിൻ്റെ ലെവല് മാറും. കേൾക്കുന്നുണ്ട്? അവരുടെ കാഴ്ചപ്പാടിൻ്റെ ലെവല് മാറും. റോക്കറ്റിൽ കയറാനെങ്ങാലും ഒരു ഭാഗ്യം കിട്ടിയാൽ, റോക്കറ്റിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, ഇവിടെ ലോഞ്ച് ചെയ്യുക ഒരു സ്ഥാനത്തേലാണല്ലോ ഇത് വയ്ക്കുന്ന, ഒരു സ്ഥാനത്തിൽ ഇങ്ങനെ വെച്ചാൽ അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആദ്യം ഇവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്നത് നിങ്ങൾ താഴേക്ക് നോക്കിയാൽ ഭൂമി, വലിയ ഭൂമി, ആ ഭൂപ്പരപ്പിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി 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 ഇത്ര മൈലുകൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഭൂമി ചെറുതാകാൻ തുടങ്ങും. ചെറുതായി ഒത്തിരി ഉയരത്തിൽ ഓർബിറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഭൂമി ഒരു ഗോലിയുടെ വലുപ്പം ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് ചെറുതായി പോകും. കാരണം വേറൊരു ലെവലിൽ നിന്നാണ് നോക്കുന്നത്. ഇതുപോലെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ, ഈ ജീവിതത്തിലെ കാര്യങ്ങൾ, ഈ അയൽക്കാരൻ്റെ പ്രശ്നവും, അയാൾ കൂടോത്രം ചെയ്യുന്നതും മറ്റേയാൾ മന്ത്രവാദം ചെയ്യുന്നതും, ഓഫീസിലത്തെ പ്രശ്നവും, ഓഫീസിലത്തെ ആ മാഡം എനിക്കെതിരാണ്, ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ബോസ് എനിക്കെതിരാണ്, ഇയാൾ പാര വയ്ക്കുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം ചെറുതാകുന്നത് നമ്മൾ ഉയരത്തിലോട്ട് പറക്കുമ്പോഴാണ്. അവിടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ, ഓ, ഈ ഓഫീസ്, എൻ്റെ ഓഫീസ് ഇത്ര ചെറുതാണ്, എത്ര നാളുണ്ടാവും ഇയാൾ എന്നെ പീഡിപ്പിക്കാൻ, ഇയാൾ എത്ര നാൾ ജീവിച്ചിരിക്കും, എന്നെ ഇന്ന് ടോർമെൻ്റ് ചെയ്യുന്ന ഈ ആൾ എത്ര നാൾ ജീവിച്ചിരിക്കും. ഈ കാഴ്ചപ്പാട് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ ഫ്രീ ആയി. ഈ സാധാരണ പക്ഷികളെല്ലാം ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ സാധാരണ എല്ലാ പക്ഷികളും ഏതെങ്കിലും ഒരു ട്രീയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേൽക്കൂരുടെ അടിയിലോ ഡ്രസ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ കയറി മഴയത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തും. ഈഗിൾ ചെയ്യുന്ന പരിപാടി മഴക്കാരിങ്ങനെ വെക്കുമ്പോൾ തന്നെ ശക്തമായ കാറ്റൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈഗിൾസ് ചെയ്യുന്നത്
ഭയങ്കരമായ കാറ്റും മഴക്കോളും മഴക്കാറും ഒക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഷെൽട്ടർ തേടി ഒരിക്കലും ഈഗിൾസ് പോവില്ല. എവിടെയെങ്കിലും ഒരു മരപ്പൊത്തിലോ എവിടെയെങ്കിലും കയറണം. മറ്റ് പക്ഷികളെല്ലാം അത് ചെയ്യുമ്പോൾ ഈഗിൾസ് ചെയ്യുന്നത് അതേ കാറ്റിൻ്റെ ശക്തിയിൽ ചിറക് കൊണ്ട് അടിച്ച് മുകളിലേക്ക് പൊങ്ങിയിട്ട് മഴമേഘങ്ങളുടെ മുകളിൽ അത് പറക്കാൻ തുടങ്ങും. അതിൻ്റെ താഴെ മഴ പെയ്യുന്നത്. അപ്പോൾ എല്ലാ പക്ഷികളും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷെൽട്ടറുകൾ നോക്കുമ്പോൾ കഴുകൻ ചിറകടിച്ച് കയറി അതിന് മുകളിൽ പറക്കും. ഈ വിളിയാണ് നിങ്ങൾക്കും എനിക്കും ഉള്ളത്. പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണ മനുഷ്യർ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ പ്രശ്നങ്ങളുടെ മുകളിലോട്ട് പറന്നതിന് മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കണം. മഴ പെയ്യുന്നുണ്ടല്ലേ, ഭൂമിയിലെല്ലാം ഒത്തിരി പേര് കുടയൊക്കെ ചൂടി പോകുന്നുണ്ടല്ലോ എന്ന് കാണുന്ന ലെവലിലേക്ക് നമ്മൾ പൊങ്ങണം. ഒരു ഹല്ലേലൂയ പറ. പെട്ടെന്ന് എഴുതിക്കോ. കൊലോസ്യ ലേഖനം 3:2 സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബൗവ്. നിങ്ങളുടെ മനസ്സുയർത്തി, കണ്ണുകൾ ഉയർത്തി എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു? ഉയരത്തിലുള്ളതിലെ അന്വേഷിപ്പീൻ. ഹബക്കൂക്ക് 2:3 പറയുന്നു, ദോ ഇറ്റ് ലിങ്കർ വെയിറ്റ് ഫോർ ഇറ്റ്. അത് വൈകിയാലും വരും, വെയിറ്റ് ചെയ്യാൻ പറയുന്നു. റോമാലേഖനം 8:25 പറയുന്നത്, ഇഫ് യു ഹോപ്പ് ഫോർ വാട്ട് വി ഡു നോട്ട് യെറ്റ് ഹാവ് വി വെയിറ്റ് പേഷ്യൻ്റ്ലി. നമ്മൾ ഇന്ന് വരെ കാണാത്തതിന് വേണ്ടിയാണ് നമ്മളിന്ന് കാത്തിരിക്കുന്നതെങ്കിൽ വളരെയധികം ദീർഘക്ഷമയോടുകൂടി അതിനായി കാത്തിരിക്കുക. നമ്പർ 4, വെയിറ്റിംഗ് പ്രൊഡ്യൂസസ് എൻഡ്യൂറിങ് സ്ട്രെങ്ത്. പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി കാത്തിരിപ്പിലൂടെ ഉളവാകുന്നു. അതുകൊണ്ടാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത്, ദേ വിൽ റൺ ആൻഡ് നോട്ട് ഗ്രോ വിയറി. അവർ ഓടും പക്ഷെ ഒരിക്കലും തളർന്നു പോവുകയില്ല. തളരാതെ ഓടുവാനുള്ള ബലം കാത്തിരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. പണ്ട് പറഞ്ഞതിനൊക്കെ വലിയൊരു ഹല്ലേലൂയ പറഞ്ഞു. സോ വെയിറ്റിംഗ് ഓൺ ഗോഡ് പ്രൊഡ്യൂസസ് സസ്റ്റൈനബിൾ സ്ട്രെങ്ത്, നോട്ട് ടെമ്പററി എക്സൈറ്റ്മെൻറ്റ്. ചിലപ്പോൾ ഈ വചന ശുശ്രൂഷയൊക്കെ നടക്കുന്ന സമയത്ത് ചിലരൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇടിവെട്ട് പോലെ ഹല്ലേലൂയൊക്കെ പറയും. പക്ഷേ തലയിലോട്ടൊന്നും കയറിയിട്ടൊന്നുമില്ല. ആ കേട്ടപ്പോൾ ഉള്ള ഒരു സന്തോഷമാണ്. എന്നാൽ സസ്റ്റൈനബിൾ സ്ട്രെങ്ത്, നിലനിൽക്കുന്ന ശക്തി ആർക്കാ കിട്ടുക? കാത്തിരിക്കുന്നവർക്ക്, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക്. സാം 84:7, 84-ാം സങ്കീർത്തനം 7-ാം വചനത്തിൽ, ദേ ഗോ ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്. അവർ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. ബലത്തിൻ്റെ മേൽ ബലം കിട്ടുന്നവർക്ക്. എബ്രായലേഖനം 12:1, റൺ വിത്ത് പെർസിവിയറൻസ് ദ റേസ് മാർക്ക്ഡ് ഔട്ട് ഫോർ us. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. ഗലാത്യലേഖനം 6:9, ഡു നോട്ട് ബിക്കം വിയറി ഇൻ ഡൂയിങ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ ആരും തളർന്ന് പോകരുത് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, കാത്തിരിക്കുന്നവർക്ക് ശക്തി പുതുകും, അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവും, അവർ ഉറച്ചു നിൽക്കും. ഈ മാസം ദിസ് ഈസ് ദ മന്ത് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. എല്ലാവരും പതറാതെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകേണ്ട മാസമാണ് ഈ ജൂൺ മാസം. കൈനീട്ട് കർത്താവേ, ഇന്നത്തെ വചനം എല്ലാവരിലേക്കും ശക്തമായ ആഴത്തിൽ പതിഞ്ഞ് എല്ലാവരും ശക്തരായി മാറട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വിഷണ്ണ മനസ്സ്, രോഗങ്ങൾ കൈനീട്ടാൻ പ്രാർത്ഥിക്കാം. ഞാനിത് പറയുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നൊരു കാഴ്ച നിങ്ങളോട് പറയാണ്. ഈ എന്തോ ഡ്രിപ്പിട്ട് എന്തൊക്കെയോ മെഡിക്കേഷൻസ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. പക്ഷേ ആ രോഗത്തേക്കാൾ നിങ്ങൾ ഭയങ്കരമായ മാനസിക തകർച്ചയിലാണ്. ജീവിക്കാൻ ഒരാഗ്രഹമില്ല. പിന്നെ ഇങ്ങനെ അങ്ങ് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് പോകുന്നതേ ഉള്ളൂ. യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവരുടെ അകത്ത് ഒരു ഉണർവ്, ഒരു ഉത്സാഹം, ഒരു നവോന്മേഷം, ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ അങ്ങയുടെ നാമത്തിൽ. ഇപ്പോൾ ഇത് കാണുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു ഫാദർ. അതുപോലെ ഈ ഹെർണിയ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ ജോയിൻറ്റുകളിൽ നീർവീക്കവും വേദനയുമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അതുപോലെ ഈ കഴുത്ത് തിരിക്കാൻ പ്രയാസമുള്ള ആരും ഇപ്പോൾ സൗഖ്യമാകട്ടെ. എത്ര പഴക്കമുള്ള രോഗമാണെങ്കിലും വിശ്വസിക്കുക. കർത്താവേ, നിൻ്റെ രോഗസൗഖ്യശക്തി ഞാൻ നിൻ്റെ കുഞ്ഞുങ്ങളിൽ പകർന്നിരിക്കുന്നു. ആമേൻ. ഇന്ന് നിങ്ങൾ കുറിച്ചെടുത്ത ഭാഗങ്ങൾ ടൈപ്പ് ചെയ്ത് ഈ കമൻറ്റ് സെക്ഷനിൽ ഇടണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. എല്ലാവരും ഇത് വായിക്കട്ടെ. God bless you all. See you tomorrow. Bye-bye.